ഹായ് എവരിവൺ. കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങളോടൊന്ന് സംസാരിക്കാനാണ് കുറച്ച് നേരം. അതായത് നമ്മളിപ്പം ദിവസവും ഓരോ വാർത്തകളും ന്യൂസുകളൊക്കെ നമ്മൾ കാണുന്നില്ലേ? എത്ര വേദനാജനകമായ വാർത്തകളാണ് ഓരോ ദിവസവും നമ്മൾ കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പല കാര്യങ്ങൾ ഫേസ് ചെയ്യുന്നില്ലേ? ഇപ്പോഴത്തെ കുട്ടികളുടെ കൗമാരപ്രായം ഇല്ലേ, എങ്ങോട്ടാണ് ഇവർ യാത്ര ചെയ്യുന്നത്? ഓരോ കുടുംബത്തിലും ഇപ്പോൾ ഇപ്പോൾ 2 പിള്ളേരായിരിക്കും, 1 കുട്ടിയായിരിക്കാം, 3 കുട്ടിയായിരിക്കാം, 4 ആകാം. പക്ഷെങ്കിൽ നമുക്ക് മാതാപിതാക്കൾക്ക് ഒരു അഡ്വൈസ് കൊടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് സംസാരിക്കാനോ ഒന്നും അവരോട് പറ്റാത്തൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പം മുന്നോട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഒരു കാലഘട്ടം ഇല്ലേ, ഇപ്പോൾ എൻ്റെ പ്രായത്തിലുള്ളവരുടെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇല്ലേ? ആ കാലഘട്ടങ്ങളിൽ ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയ ഇല്ലായിരുന്നു, അങ്ങനെയുള്ള ഒരു ടെക്നോളജി പരമായിട്ടുള്ള വലിയ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അന്ന് ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളും ചിലപ്പം ഇങ്ങനെ ആകുമായിരുന്നു ഇല്ലേ? അപ്പോൾ നല്ലതായിട്ട് ടെക്നോളജിയിൽ, അതായത് സോഷ്യൽ മീഡിയയൊക്കെ നല്ലതായിട്ട് ഇപ്പോഴത്തെ യുവതലമുറകളെ നല്ലതായിട്ട് സ്വാധീനിക്കുന്നുണ്ട്. എല്ലാവരെയുമല്ല, കുറച്ച് പേരെ നല്ലതായിട്ട് സ്വാധീനിക്കുന്നുണ്ട്. എല്ലാ കുട്ടികളെയും ഞാൻ അടച്ച് സംസാരിക്കുന്നില്ല. ഇപ്പോൾ അഡോളസൻസ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഒരു കൗമാരപ്രായം, ടീനേജ് എന്ന് പറഞ്ഞത് ഒരു 9-10 വയസ്സ് മുതൽ ഒരു 21 വയസ്സ് വരെയാണ്. ആ കാലഘട്ടത്തിൽ അവർ എന്തെല്ലാം കൂട്ടുകെട്ടുകളിൽ, എന്തെല്ലാം അനാവശ്യ കാര്യങ്ങളിൽ അവർ ഉൾപ്പെടാൻ പറ്റിയ പ്രായമാണ് അവരുടെ. കാരണം അവരാരെ അനുസരിക്കത്തില്ല. അവർ പറയുന്ന കാര്യങ്ങൾ ശരിയെന്ന് വിശ്വസിക്കുന്നൊരു പ്രായമാണ്. വേറെ ആരും പറയുന്ന അവർ വിശ്വസിക്കത്തില്ല. അപ്പോൾ പുറത്തുള്ള കൂട്ടുകെട്ടുകളിലൂടെ, സൗഹൃദങ്ങളിലൂടെ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ, പലതരം സോഷ്യൽ മീഡിയയിലുണ്ട്, അത് അവരെ നല്ലതായിട്ട് ബാധിക്കാറുണ്ട്. അങ്ങനെ സ്നേഹമില്ലാത്ത മാതാപിതാക്കളുണ്ട്. പക്ഷെങ്കിൽ ഇതെല്ലാം പറയുന്നുണ്ടല്ലോ, പക്ഷെങ്കിൽ ഈ എത്രയോ സ്നേഹമുള്ള മാതാപിതാക്കളുടെ കൂടെ വളരുന്ന കുട്ടികൾ പോലും നശിച്ചു പോകുന്ന കുട്ടികളുണ്ട്. അങ്ങനെയുണ്ട്. എല്ലാവരെയും അടച്ച് ഞാൻ പറയുന്നില്ല മാതാപിതാക്കളെ. ഓരോരുത്തർക്കും ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് ഈ ഒരു കാര്യത്തിൽ. കുട്ടികളെ ഇപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ് മാതാപിതാക്കൾക്ക് മാനേജ് ചെയ്യാൻ. പണ്ടൊരു കാലഘട്ടത്തിൽ, ഞങ്ങളുടെയൊക്കെ സമയത്തൊക്കെയാണ് കഴിവതും എന്തൊക്കെ പ്രശ്നങ്ങൾ, ചെറിയ ചെറിയ പ്രശ്നങ്ങളേ ഉള്ളായിരുന്നു, എന്നാലും മാതാപിതാക്കളുടെ അടുത്ത് വരുമ്പോൾ ഒരു റെസ്പെക്റ്റ്, സ്നേഹം ഒക്കെയായിരുന്നു ഇല്ലേ? ഒരു പേടിയുണ്ടായിരുന്നു. ഇന്നത്തെ കുട്ടികൾക്ക് ഒരു ശകലം പേടിയില്ല. ഇന്നലെ ഒരു ലൈവ് ഞാൻ വന്ന് പറയുന്ന പോലെ, നമ്മൾ ഒരു വസ്ത്രം ഇങ്ങനത്തെ വസ്ത്രം ഇടരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ശത്രുതയായി. പിന്നെ ലോകത്തിലേക്ക് ഏറ്റവും വെറുക്കുന്ന മാതാപിതാക്കളാണെന്ന് വാഗൊണ്ട് പറയും. ഞാൻ ഏറ്റവും ജീവിതത്തിൽ വെറുക്കുന്നത് നിങ്ങളെയാണെന്ന് അവർ പറയും. അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ, നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യമെന്ന് പറയുന്നത്, നമുക്ക് മാതാപിതാക്കൾ നിസ്സഹായരാണില്ലേ? നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്? അവരെ ചേർത്ത് നിർത്തുക, സ്നേഹിക്കുക, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക ഇല്ലേ? അത് കൂടുതലൊന്നും ഒരു മാതാപിതാക്കൾക്ക് ചെയ്യാൻ കഴിയത്തില്ല. അല്ലെങ്കിൽ നിവൃത്തിയില്ലാതെ വരുമ്പം ഒരു നല്ലൊരു കൗൺസിലറിൻ്റെ അടുത്ത് കൊണ്ടുപോവുക ഇല്ലേ? ഇപ്പം ഒരു വല്ലാത്തൊരു സാഹചര്യത്തിലൂടെയാണ് ഈ കേരളം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രായമായവരോട് പോലും ഒരു സ്നേഹമോ സഹിഷ്ണുതയോ ഒന്നും കാണിക്കുന്നില്ല ഇല്ലേ? ഒരു 13 വയസ്സുള്ളൊരു പെൺകുട്ടി ഇല്ലേ, എത്രയാണ് ഏജ്, എത്ര പ്രായമാണ് ഇല്ലേ? ആ ഒരു മൈൻഡിൽ അത്രയും ഒരു ചിന്ത വന്നിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടിയെ എന്താണ് സ്വാധീനിച്ചത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇല്ലേ? അപ്പം നമ്മുടെ കുട്ടികൾ ഇങ്ങനെയൊന്നും ആകെ തീരത്തില്ല എന്ന് നമ്മളൊന്നും ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കഴിവതും അവരെ ചേർത്ത് നിർത്തുക,
കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും ഭവനങ്ങളിൽ. എല്ലാ വീടുകളിലും ഭയങ്കര വഴക്കും അടിയും പ്രശ്നങ്ങളും വാക്കുതർക്കങ്ങളും ഒക്കെ ഉണ്ടാകും. പക്ഷെങ്കിൽ അത് പറഞ്ഞ് മനസ്സിലാക്കണം. അല്ലാതെ പോന്ന വഴിയിൽ തളിച്ചങ്ങ് പോന്ന വഴി പോട്ടെന്ന് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും ബെറ്റർ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുക. സ്നേഹത്തോടെ പറഞ്ഞ് മനസ്സിലാക്കുക. സ്നേഹത്തോടെ പറഞ്ഞ് മനസ്സിലാകുന്നില്ലെങ്കിൽ ഒന്ന് കോപിക്കുന്നതുകൊണ്ടോ ദേഷ്യപ്പെടുന്നതുകൊണ്ടോ ഒരു പ്രശ്നവുമില്ല. നമ്മുടെ കുട്ടികളാണ്. അപ്പം നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ മറക്കാതിരിക്കുക. നമ്മളെ ഈ ലോകത്ത് നമ്മളെ ആകർഷിക്കുന്നൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ലോകത്ത്. അതൊക്കെ കുട്ടികളെയൊക്കെ ഒരുപാട് ആകർഷിക്കുന്നുണ്ട്. മൊബൈലിൻ്റെ പ്രശ്നങ്ങൾ, ആഡംബര ജീവിതം ഒക്കെ ഒരുപാട് അവരെ ആകർഷിക്കുന്ന ഒരു ലോകത്തിലൂടെയാണ് ഇപ്പം കുട്ടികൾ അല്ലേ. അപ്പോൾ അവരെ ഒരുപാട് എല്ലാം സ്വാധീനിക്കുന്നുണ്ട് നല്ലതായിട്ട്. അപ്പോൾ ഒരു മാതാപിതാക്കളുടെ കെയറിങ്ങും സ്നേഹവും ഒക്കെ നല്ലതായിരിക്കും. ഒരു കുടുംബമായിട്ടൊക്കെ ഒരുമിച്ച് യാത്ര ചെയ്യുക, ഒരു ഔട്ടിങ്ങിനൊക്കെ പോവുക, ഒരുമിച്ച് പർച്ചേസ് ചെയ്യുക, ഹൃദയം തുറന്ന് സംസാരിക്കുക. ഇതൊക്കെ ഒരു പോംവഴി എന്ന് പറയുന്നത്. ഓക്കെ.